ഓക്കെ, അപ്പോൾ മോർണിംഗ് വോളറ്റൈൽ ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം. അതായത് നമ്മളെടുത്ത് പെട്ടെന്നായിരിക്കും നമ്മുടെ ടാർജറ്റ് അടിക്കുക, ചില ദിവസം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഫ്ലുവൻ്റ് ആയിരിക്കണം. അതായത് ഒരു ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ പറയാറുണ്ട് 60 സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് അല്ലെ, 60 സെക്കൻഡിനുള്ളിലെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാൻ മാത്രം നമ്മൾ ഫ്ലുവൻ്റ് ആവാം. അതായത് ബ്രോക്കറുടെ പാനലിൽ ഫ്ലുവൻ്റ് ആവും. അതല്ലെങ്കിൽ ഒരു പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരുപാട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോസ് വരും. അപ്പൊ നമ്മളൊരു ട്രേഡ് എടുക്കുന്നതും ഫ്ലുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. ഇപ്പൊ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ തന്നെ എടുക്കാൻ നോക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ടാർജറ്റ് അത്രയും വേഗം അടിക്കും. ഇനി നേരെ മറിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കാനും ഒരു ഡിലേ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി അപ്പൊ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. ടാർജറ്റ് വെക്കാൻ കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, പക്ഷെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് ലോസ് കൂടും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ട്രേഡ് എടുത്തു കഴിഞ്ഞു, സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ അത് നേരെ പോയിട്ട് ട്രേഡിംഗ് ചാനലിൽ രേഖപ്പെടുത്താം. സ്റ്റോപ്പ് നെയിം, ഡേറ്റ്, സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റ് ആണോ. ഓക്കെ അല്ലേ. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടേ നമുക്കൊരു ബൈ എടുക്കാൻ പറ്റുമോ അതിനകത്ത്? ഇല്ല, അതിനെ പറയുന്ന പേരാണ് റിവെഞ്ച് ട്രേഡ്. നമ്മൾ ഒരിക്കലും ട്രേഡ് എടുത്തിട്ട് അത് നമ്മൾ വിചാരിക്കാത്ത ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും അങ്ങോട്ട് തിരിച്ച് ട്രേഡ് എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഓക്കെ, അപ്പൊ ഇന്നിനി ആക്സിസ് ബാങ്ക് നോക്കേണ്ട കാര്യമില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, കാരണം 15 മിനിറ്റ്സ് ബ്രേക്ക്ഔട്ട് നമ്മളെ സ്ട്രാറ്റജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോയത് അല്ലേ? എന്താണ് ഈ 15 മിനിറ്റ്സ് ബ്രേക്ക്ഔട്ട് നമ്മുടെ സ്ട്രാറ്റജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇനി ഇന്നത്തെ ദിവസം നോക്കേണ്ട കാര്യമില്ല. നോക്കണ്ട. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ടാർഗറ്റ് അടിച്ചാലും അതിൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ് ചെയ്യാനൊന്നുമില്ല. പ്രത്യേകിച്ച് സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നെസ്ലയുടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഒരു സ്റ്റോക്ക് നെസ്ലയുടെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ? അല്ല, ഒരു ദിവസം ഒരു ട്രേഡ് കഴിഞ്ഞാൽ നമുക്ക് അല്ല മറ്റേത് ആക്സിസ് എടുത്തിട്ടില്ല. എടുത്താൽ മതി. അല്ല ആക്സിസ് എടുത്തിട്ടില്ല. നോക്കുകയാണെങ്കിൽ ഓക്കെ, നെസ്ലയും കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടി ലാർജ് ക്യാൻഡിലാണ് തോന്നുന്നു. ആവറേജ് ക്യാൻഡിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതാണ്. എന്താണ് പറഞ്ഞോളൂ, ആരോ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടായാലും. അല്ല ഞാൻ ചോദിച്ച നെസ്ലിന്റെ കേസ് ആയിരുന്നു. നവീൻ അല്ലാതെ വേറെന്തോ ആരോ വിളിച്ചു പറയുന്നുണ്ടായാലെന്തോ. അതെ അതെ അതെ. ഇവിടെ തെറ്റി വന്ന ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കുമ്പോൾ മാത്രം മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യാം. നെസ്ലയുടെ അപ്പോൾ നോക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് സ്ട്രോങ് ക്യാൻഡിലാണ്, ബെയറിഷ് ആണ്, ഷോർട്ട് ചെയ്യാൻ പറ്റിയ ക്യാൻഡിലാണ്, പക്ഷെ കുറച്ച് ലാർജ് ആണെന്ന് മാത്രം. മുമ്പുള്ള ക്യാൻഡിൽസിനൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലാർജ് ക്യാൻഡിലാണ്. നമ്മൾ വെരി സ്മോൾ ക്യാൻഡിലും പ്രിഫർ ചെയ്യരുത്, വെരി ലാർജ് ക്യാൻഡിലും പ്രിഫർ ചെയ്യരുത്. മീഡിയം ക്യാൻഡിലാണെങ്കിൽ ബെറ്റർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപാട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. ഉടനെ തന്നെ റിക്കവറിക്കുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ നമുക്ക് മീഡിയം ക്യാൻഡിലിൽ ട്രേഡ് കിട്ടുന്നതാണ് ബെസ്റ്റ്. പിന്നെ അതേപോലെ നമുക്ക് നല്ല ചാർട്ട് പാറ്റേൺസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് പ്രിഫർ ചെയ്യാം പതുക്കെ അതുപോലുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെസ്ലയുടെ എനിക്ക് തോന്നുന്നു ആരാണ് സജസ്റ്റ് ചെയ്തത്, നവീൻ അല്ലേ? ഓക്കെ, നല്ലൊരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഇത്ര ചെറുതാണെങ്കിൽ അത്ര ബെസ്റ്റ് ആയിരുന്നു. വലിയ ഷോൾഡർ ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയതുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആക്ച്വൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക ഈ ഷോൾഡറിന്റെ മേലെയായിരിക്കും. പക്ഷെ നമ്മുടെ ഈ സ്ട്രാറ്റജി അതുമായി ഒരു ബന്ധമില്ലല്ലോ. സ്ട്രാറ്റജി ആ ഒരു സിംഗിൾ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടല്ലേ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. കുറച്ചുകൂടി വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷോൾഡറിൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സാധാരണ നിലയ്ക്ക് നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് ക്യാൻഡിൽ പ്രിഫർ ചെയ്യാൻ നോക്കാം.
പിന്നെ ഇതിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ചിലപ്പോ നമ്മളെല്ലാം നോക്കിയെടുത്താലും സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം. ഇപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോ സാറേ, സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോ എന്താ പറയാ, പൊസിഷനിൽ കയറിയിട്ട് ആ 3 ഡോട്ട്സ് എടുത്തിട്ട് SLM-ലല്ലേ നമ്മൾ ചെയ്യാറ്? അതെ അതെ, SLM ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ട്രിഗർ പ്രൈസ് അടിച്ചു കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അറ്റ് മാർക്കറ്റ് എന്ന് വരും, ട്രിഗർ പ്രൈസ് അടിച്ചു കൊടുക്കുക അല്ലേ? അതെ 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 അതെ. ഓക്കെ. ഫോണിലാണെങ്കിൽ SLM ഉണ്ടായിരിക്കില്ല, അതിന് അല്ല പകരം സിസ്റ്റത്തിലും SLL ഓക്കെ. ആയിരിക്കും. അത് പ്ലസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസും മാർക്കറ്റും അല്ല ടാർഗറ്റും ഒക്കെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഈ മാർക്കറ്റിന് ട്രെൻഡ് പോകുന്ന വിധം വ്യത്യാസമാണ്. നമുക്ക് ഈ സ്റ്റോപ്പ് ലോസും മാർക്കറ്റും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റൂലേ? എങ്ങനെയാണെന്ന് ഒന്നുകൂടി ചോദിച്ചേ. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, അതായത് നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചു. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ 1200 വെച്ചു, ആ ഒരു റേഞ്ച് വന്നു. പക്ഷെങ്കിൽ നമുക്ക് തോന്നുകയാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് പോകുന്നത് വ്യത്യാസമാണ്, സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസസ് വരുന്നുണ്ട് ഇപ്പം വേഗം. ബട്ട് മേ ബി ആഫ്റ്റർ 1 hour or 2 hour അത് ഓപ്പോസിറ്റ് ട്രെൻഡിലേക്ക് പോകും. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാൻ പറ്റൂലേ? മോഡിഫൈ ചെയ്യാം. നമ്മളിപ്പോ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ട്രേഡിംഗ് ഡിസിപ്ലിൻ പ്രോപ്പർ ആക്കാന്നുള്ളതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് സ്ട്രാറ്റജി കിട്ടുന്നതിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ടായിരിക്കും. അതായത് മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കും, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും, കൂടുതൽ ടാർഗറ്റ് എടുക്കാൻ നോക്കും. അപ്പൊ നമ്മൾ 1:1 ആണല്ലോ എടുക്കുന്നത്. അപ്പോ കൂടുതൽ ടാർഗറ്റ് എടുക്കാൻ നോക്കും. മാർക്കറ്റ് ഇപ്പൊ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തും എന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു ബൈ മിസ്റ്റേക്ക് ഇപ്പൊ ഞാൻ ചെയ്ത സ്റ്റോപ്പ് ലോസ് വ്യത്യാസപ്പെട്ടു പോയി, അപ്പൊ എനിക്ക് മോഡിഫൈ ചെയ്തുകൂടെ? ഞാൻ തെറ്റായി അപ്ഡേറ്റ് ചെയ്തു പോയി. സ്റ്റോപ്പ് ലോസ് തെറ്റി വെക്കുകയാണെങ്കിൽ മോഡിഫൈ ചെയ്ത് കറക്റ്റ് ആക്കാം. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബ്രോക്കറേജ് കോസ്റ്റ് ഓൾമോസ്റ്റ് 45% വരുന്നുണ്ട് എന്നുള്ളത്? 45%? 4 to 5%. അത് ബ്രോക്കറേജ് കോസ്റ്റ് അല്ല, നമ്മുടെ ബ്രോക്കറേജ് പ്ലസ് ചാർജസ് ഉണ്ടല്ലോ, SST, GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, സെബി ചാർജ്, ഇതെല്ലാം കൂട്ടിയിട്ട് മനസ്സിലായി. ഇതെല്ലാം കൂടി കൂട്ടുമ്പോ ഏകദേശം ഒരു 1,224,000 രൂപ വരും. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് 10 rupees ആണ് പ്രോഫിറ്റ് അടിച്ചത്, പക്ഷെങ്കിൽ 6 point something ആണ് എന്റെ ഇതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളൂ. നമ്മളിപ്പോ ഡെയിലി 1 ഇൻട്രാഡേ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ, നമുക്ക് ചാർജസ് വരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ചെറിയ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ ചാർജസ് പെർസെന്റേജ് വരും. പക്ഷെ കൂടുതൽ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചാർജസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ 224 രൂപയാണ് ചാർജസ് വരിക, അതായത് ബ്രോക്കറേജ് അടക്കം വരിക. അപ്പോൾ ഒരു മാസം 20 വർക്കിംഗ് ഡേയ്സ് കണക്ക് കൂട്ടുകയാണെങ്കിൽ 224 × 20 അപ്രോക്സിമേറ്റ്ലി 4.6%, അതായത് 4,200 രൂപ മാസം നമുക്ക് 1,00,000 ചാർജസ് ആയിട്ട് വരും. മീൻസ് ഓൾമോസ്റ്റ് റൗണ്ടഡ് ടു 5%, അല്ലെങ്കിൽ 4% എന്ന് വിചാരിക്കാം. അതൊരു മാസമാണ്, അത് ബ്രോക്കറേജ് അല്ല, എല്ലാ ചാർജസും ഉൾപ്പെടെയാണ്. ഓക്കെ, അപ്പോൾ ചാർജസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഉണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം. ബ്രോക്കറേജ് കാൽക്കുലേറ്റർ, ബ്രോക്കറേജ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തിട്ട് ഇൻട്രാഡേ ആണെങ്കിൽ അതിൽ ഇൻട്രാഡേ സെലക്ട് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 5,000 രൂപ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5,000 രൂപയുടെ എത്ര സ്റ്റോക്ക് വാങ്ങാൻ പറ്റും ഇൻട്രാഡേയില്? 25 സ്റ്റോക്ക് വാങ്ങും അല്ലേ? നമ്മള് ലിവറേജ് എടുത്തിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ 25 സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. 25 സ്റ്റോക്കിന് ഏകദേശം 24.22 ചാർജസ് വരും. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
നമ്മളൊരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്യുന്ന വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ തന്നെ നമുക്ക് 24.22 ഇൻറ്റു 20 വർക്കിംഗ് ഡേയ്സ് കൂട്ടാം അല്ലേ. 484 രൂപ നമ്മുടെ ചാർജസ് ആയിട്ട് വരും. 5000 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 5000 രൂപ ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പൊ അത് നമ്മളുടെ ക്യാപിറ്റലിന്റെ ഏകദേശം എത്ര പെർസെന്റേജ് ആണ്? ആരെങ്കിലും പറയാൻ പറ്റുമോ? ഏകദേശം 10%. യെസ്, 10% ആണ് അല്ലെ. ഇനി നമുക്ക് 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ 1000 രൂപയുടെ നമുക്ക് എത്ര സ്റ്റോക്ക് വാങ്ങാൻ പറ്റും? 1,00,000 രൂപയ്ക്ക് ഇൻട്രാഡേ 5 ടൈംസ് ലിവറേജ് ആണെങ്കിൽ നമുക്ക് എത്ര സ്റ്റോക്ക് വാങ്ങാൻ പറ്റും? 250. എത്രയാണ്? 220. നോക്കാം. അതായത് നമ്മുടെ 1,00,000 ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. 1 lakh ഇൻറ്റു 5 അല്ലെ, ലിവറേജ് എമൗണ്ട് അതായത് 5 lakhs ഡിവൈഡഡ് ബൈ 1000 rupees സ്റ്റോക്ക്. അപ്പൊ എത്രയാ? 500 സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മളിവിടെ കണക്കൂട്ടുന്നത് 1000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചു, 1000 രൂപയ്ക്ക് തന്നെ വിറ്റാൽ, 500 ക്വാണ്ടിറ്റി വിറ്റാൽ പ്രത്യേകിച്ച് നമുക്ക് പ്രോഫിറ്റ് ലോസോ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കൊണ്ട് ഉണ്ടാവില്ല അല്ലെ. ചാർജസ് മാത്രമായിരിക്കും നമുക്ക് നഷ്ടം. അപ്പൊ ചാർജസ് ഏകദേശം 224 രൂപ 61 പൈസ. അപ്പൊ ഇത് നമ്മുടെ 20 ട്രേഡിന് കൂട്ടുകയാണെങ്കിൽ 224 രൂപ 61 പൈസ ഇൻറ്റു ഒരു ദിവസം ട്രേഡ് വെച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? 4492 രൂപ. ഇത് എത്ര പെർസെന്റേജ് ആണ് ക്യാപിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ? മനസ്സിലായോ? നമ്മുടെ ക്യാപിറ്റൽ ഏകദേശം പറഞ്ഞാൽ മതി. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? 1,00,000. അപ്പൊ 1,00,000ത്തിന് 4,500 അല്ലെ. 4,500 എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ആണ്? 4.5%. 5%. 1,00,000ത്തിന് 5,000 എന്ന് പറയുമ്പോൾ 5% അല്ലേ. Yes, yes. അപ്പൊ 4,500 4.4%. അപ്പൊ നമ്മൾ 5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നതും 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് വരുന്ന പറഞ്ഞേ? 5%. അല്ല അല്ല, അല്ല 10%. 10%. അപ്പോ 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 5% അല്ലെങ്കിൽ 4.5% തമ്മിലുള്ള വ്യത്യാസം ക്ലിക്ക് ആവുന്നുണ്ടോ? അതായത് ചുരുക്കി പറഞ്ഞാൽ 5,000 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അക്കൗണ്ട് ഗ്രീനിൽ നിർത്താൻ പറ്റിയ, നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രീനിൽ നിർത്താൻ പറ്റിയാൽ തന്നെ 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന അതേ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ച് 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്താൽ 5% പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ 5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് 5% ഉണ്ടാക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ 5% 5,000 രൂപയുടെ 5% എത്രയാ? 250 രൂപ. 5% ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എത്ര പെർസെന്റ് ഉണ്ടാക്കാൻ പറ്റും? 10% ഉണ്ടാക്കാൻ പറ്റും. 10% സമയം, അതായത് 1,00,000 രൂപയുടെ 10% എത്രയാ? 10,000 രൂപ. അപ്പൊ ഇൻ ഷോർട്ട് 5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് 250 രൂപ നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡറായി മാറി. കാരണം എന്താ? 1 lakhന് 10,000 ഉണ്ടാക്കാൻ സ്കിൽഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇതാണ് ആക്ച്വലി ചാർജസുകൾ വരുത്തുന്ന ഒരു കളി. അതായത് ചെറിയ പൈസക്ക് ട്രേഡ് ചെയ്യുമ്പോൾ പെർസെന്റേജ് വൈസ് ആണ് നമുക്ക് ചാർജസ് വരുന്നത്. വലിയ ക്യാപിറ്റൽ ആണ് ബ്രോക്കറേജ് വരുന്നത്. പക്ഷെ വലിയ ക്യാപിറ്റൽ ആണെങ്കിൽ അത് ഫിക്സഡ് ബ്രോക്കറേജ് ആണ്. 40 രൂപ ഫിക്സഡ് ആണ്. മാക്സിമം 40 രൂപയെ പോകുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് ഈ ചെറിയ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രഗിൾ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ കൂട്ടാൻ നിൽക്കണ്ട. ഇപ്പോ ഈ ആദ്യത്തെ ഒരു 2 months അല്ലെങ്കിൽ 50 ട്രേഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ട്രേഡ് എക്സിക്യൂഷൻ ഡിസിപ്ലിൻ ഇതുപോലുള്ള കാര്യങ്ങളാണ് ബെറ്റർ ആക്കി എടുക്കുന്നത്. ആ ഡിസിപ്ലിൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സ്ട്രാറ്റജി, നല്ലൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്താൽ തന്നെ പ്രോഫിറ്റ് വരും. അപ്പൊ നമുക്ക് പതുക്കെ ചൂടുവെള്ളല്ലേ ജോഹോ?
യോഹോ ചൂടുകൊള്ളല്ല, പനി ഇപ്പൊ മാറി വരുന്നേ കേറി കേറി കേറി. എന്റെ സോറി മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സാർ ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഇപ്പൊ ഞാൻ നെസ്ലേന്റെ ഒരു ട്രേഡ് എടുത്ത് നോക്കിയായിരുന്നേ. ഞാൻ എടുത്ത റേറ്റ് 1489.6. ഓക്കെ, അപ്പൊ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി ഞാൻ പൊസിഷനിൽ കയറി. ഓക്കെ, 3 ഡോട്ട് ഞെക്കിയിട്ട് ഓക്കെ എക്സിറ്റ് അടിച്ചു. എക്സിറ്റ് അടിച്ചിട്ട് ഞാൻ SLM മാറ്റി. ഓക്കെ, അപ്പൊ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചത് ഞാൻ എടുത്തത് 1489.6. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 1500. ഓക്കെ, അപ്പൊ ഞാൻ 1500 ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സെല്ല് ഞെക്കുമ്പോ അത് ഓർഡർ ഫെയിൽഡ് എന്നായിട്ടാണ് എനിക്ക് വരുന്നത്. ആണോ? അപ്പൊ അവിടെ ഡെലിവറി ആയിട്ട് മാറിയിട്ടില്ലല്ലോ, ഇൻട്രാഡ തന്നെയല്ലേ? ഇൻട്രാഡേ എടുക്കണേ. SLM ഓർഡർ തന്നെയല്ലേ ചൂസ് ചെയ്തേ? അതെ. എൻട്രി പ്രൈസ് എത്രയെന്ന് പറഞ്ഞ? 1489.6. ഓക്കെ, 89 കൊടുക്കാം. പിന്നെ ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് എത്രയാണ് അതിൽ ടൈപ്പ് ചെയ്തത്? ഞാൻ മറ്റേ ഷോർട്ട് അതിന്റെ ഗ്രാഫ് എടുത്തപ്പോ 1500 വരെയാണ് എനിക്ക് പറ്റുക. ഞാൻ ഒറ്റ സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ. ഓൾറെഡി ഒരു സ്റ്റോക്ക് വാങ്ങി വെച്ചേക്കാണ്. അതിന് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഫെയിൽ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെ? അതെ അതെ. ബ്രോക്കർ ഏതായിരുന്നു? നമ്മളെ ഇത് ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയാ. ഫസ്റ്റ് സ്റ്റോക്ക് ആണ് അല്ലെ? സാധാരണ അങ്ങനെ കാണിക്കാറില്ല. ഒരു പക്ഷെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. എനിവേ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് നമ്മളുടെ ടെക്നിക്കൽ ടീമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യും. മിക്കതും അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങൾ ചെയ്തത് ഇപ്പൊ പറഞ്ഞു കേൾക്കുമ്പോ എല്ലാം കറക്റ്റ് ആണ്. അതെ, ഞാൻ നമ്മളെ വീഡിയോ കണ്ടിരുന്നു അന്നത്തെ, അതിലും അങ്ങനെ തന്നെയാ ഉണ്ടായിരുന്നത്. ബൈ തന്നെ സെല്ല് തന്നെയല്ലേ, ഷോർട്ട് തന്നെയല്ലേ ആദ്യം ചെയ്തത്? തെറ്റിയിട്ടില്ലല്ലോ? ഷോർട്ടാ ചെയ്തത്. ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത് അല്ലേ? ഓർഡർ ഫെയിൽഡ് എന്നുകൊണ്ട് കാണിക്കുന്നത്. എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ പറയുന്നുണ്ടോ? ഒറ്റണ്ട്, ഞാൻ ഒന്നുകൂടി നോക്കിക്കോട്ടെ. സാറ് ഷോർട്സ് അല്ലല്ലേ, അപ്പം ബൈ അല്ലേ തിരിച്ച് ചെയ്യട്ടെ നമ്മള്? അല്ലല്ല, ആദ്യം ഷോർട്ട് അല്ലേ ചെയ്തെന്നാണ് ഞാൻ ചോദിച്ചത്. ആദ്യം ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ബൈ ആണ് വരിക. അത് നമ്മൾ മാറ്റി കൊടുക്കണ്ട. ആ 3 ഡോട്ട്സ് അടിച്ച് എക്സിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബൈ ആണ് വരിക. ആദ്യം ഷോർട്ട് ചെയ്തിട്ട് പിന്നെ എക്സിറ്റ് അടിക്കുമ്പോൾ തന്നെ ബൈ ആണ് അവിടെ ഓൾറെഡി വരിക. അതിലിപ്പോ ആള് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ മേലെയുള്ള ഒരു പ്രൈസിന് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റേണ്ടതാണ്. SLM ഓർഡർ ഇട്ടിട്ടുണ്ട്. സാറ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോണ്ടല്ലോ, നമ്മൾ 1000 മുകളിലോട്ട് വാല്യൂ വരുന്ന സമയത്ത് അവർ 0.5 ആഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റാറില്ലല്ലോ. എങ്ങനെ? നമ്മൾ 1000 മുകളിലോട്ടാണ് നമ്മൾ വാല്യൂ വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ 1484 എന്നല്ലേ വെക്കാൻ പറ്റൂ? 1484 പോയിന്റ് അവരെന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. അവരങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. പക്ഷെ ഇവിടെ നമുക്കത് ആള് 1500 സ്റ്റോപ്പ് ലോസ് വെച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. 500 രൂപ 7 പൈസയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫെയിൽ ആവാനുള്ള കാരണമുണ്ട്. അതായത് 10 പൈസയുടെ ഗുണിതങ്ങളൊക്കെ ആയിട്ടാണ് മിക്ക സ്റ്റോക്സുകളിലും സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുള്ളൂ. അല്ല സാർ, ഒറ്റ സംശയം കൂടി. ഇപ്പൊ ഞാൻ ഷോർട്ടാണ് എടുത്തത്. ഓക്കെ, അപ്പോ ഞാൻ അടുത്തതിൽ കയറി എന്താ പറയാ, ഈ ലിമിറ്റ് വെക്കുമ്പോ അത് ബൈയിലോട്ട് വരണ്ടേ ഓട്ടോമാറ്റിക്കലി? അതായത് പൊസിഷൻസിൽ പോയിട്ട് 3 ഡോട്ട് അടിച്ചിട്ട് എക്സിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ബൈയിലോട്ട് വരണം. ഓക്കെ, അതെന്റെ ബൈയിലോട്ടല്ല കിടക്കണേ, എന്റെ സെല്ലിലോട്ടാ കിടക്കണേ. അതായത് നിങ്ങൾ ആദ്യം ഷോർട്ട് തന്നെയാണോ ചെയ്തേ? അതെ. ഏതാ സ്റ്റോക്ക്? നെസ്ലെ ഇന്ത്യ ആണോ? നെസ്ലെ ഇന്ത്യ. അപ്പൊ ആദ്യം നിങ്ങൾ ഷോർട്ട് ചെയ്തു, അത് പൊസിഷൻ ഷോർട്ട് ചെയ്തത് കംപ്ലീറ്റഡ് ആയി അല്ലെ? കംപ്ലീറ്റഡ് ആയി. പൊസിഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1.23 ഒക്കെ. എന്നിട്ട് എക്സിറ്റ് കൊടുത്തു. എന്നിട്ട് എന്റെ അപ്പൊ എക്സിറ്റ് കൊടുക്കുമ്പോ സെൽ ഓപ്ഷൻ ആയിട്ട് മുകളിൽ കിടക്കണേ. ആ ഇൻഡിക്കേറ്റർ മാറ്റി ബൈ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ആവില്ലേ? അത് ബൈ അല്ലേ ശരിക്കും വരണ്ടേ? ഓട്ടോമാറ്റിക് ഫെച്ച് ആയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും നെറ്റ് സ്ലോ ആയതുകൊണ്ടോ ടെക്നിക്കൽ ഇഷ്യൂ ആണോ അറിയില്ല. സാധാരണ നിലയ്ക്ക് ബൈ ചെയ്താൽ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ സെല്ലാണ്, സെല് ചെയ്ത് എക്സിറ്റ് ചെയ്യുമ്പോൾ ബൈ ആണ് വരിക. ഓക്കെ, അപ്പൊ ഞാൻ ബൈ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ടാർഗറ്റ് വെക്കണമെങ്കിൽ അത് സെല്ലാക്കിയിട്ടല്ലേ വെക്കണ്ടേ? ടാർഗറ്റ് വെക്കണമെങ്കിൽ ആദ്യം സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൊസിഷൻസിൽ വന്നിട്ട് 3 ഡോട്ട്സ് അടിക്കണം. ഓക്കെ, എന്നിട്ട് അത് സെല്ലിലോട്ട് കൊടുക്കണം. അല്ല, അപ്പോഴും ബൈ തന്നെയാണല്ലോ. നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാണ് ചെയ്യേണ്ടത്.
ഓക്കെ. അപ്പൊ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ വെക്കുകയാണെങ്കിൽ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ബൈയിലോട്ടാ വരണ്ടേ? കറക്റ്റ്. ഓക്കെ. നേരെ മറിച്ച് ലോങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി ബൈ ചെയ്യും, പിന്നെ 2 സെല്ലിലോട്ട് വരും. കറക്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുന്നതൊക്കെ പിന്നീട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മളൊരു 2 months നിങ്ങൾ ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് മാക്സിമം ഡിസിപ്ലിനിൽ ട്രേഡ് എടുക്കുക. ട്രേഡിംഗ് ജേണലിൽ ഫോക്കസ് ചെയ്യുക, അതിന്റെ ആക്യുറസിയിൽ ഫോക്കസ് ചെയ്യുക, ലേറ്റ് ആവാതെ ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് വെക്കുക, ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ 3 മണിക്ക് മുമ്പ് ഒരു അലാറം വെച്ചിട്ട് അത് ഓൾറെഡി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടിച്ചിട്ടില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അലേർട്ട് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർഗറ്റും, ടാർഗറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസും മാനുവലി റിമൂവ് ചെയ്തിടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റിക്കൊണ്ടിരിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അപ്പൊ അത് ഏകദേശം ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യത്തെ 1 മാസമൊക്കെ അതിൽ പല ഗ്യാപ്സുകൾ വരും, പല മിസ്റ്റേക്സുകൾ വരും. അത് നമ്മൾ പ്രോപ്പറായിട്ട് കോൺഷ്യസ്ലി ട്രാക്ക് ചെയ്യാൻ നോക്കുക. ആ മിസ്റ്റേക്സുകൾ നമ്മൾ റിമാർക്സിൽ നോട്ട് ചെയ്ത് പോവുക. അപ്പൊ ആദ്യത്തെ ഒരു 1 2 അല്ലെങ്കിൽ 4 ആഴ്ചകളിൽ മിസ്റ്റേക്സുകൾ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക, ഇത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് മാറ്റാൻ നോക്കാം. അപ്പൊ മാറ്റിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിന്നെ നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണ പോലെയാണ്. അത് തീരെ ബ്രേക്ക് ആവാണ്ട് കീപ്പ് ചെയ്ത് കൊണ്ടുനടക്കാൻ നോക്കാം. അപ്പൊ ആ ഒരു സ്കില്ല് നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയല്ല നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അടുത്ത ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള കോംപ്ലക്സ് സ്ട്രാറ്റജികൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം അത് ട്രേഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് എന്താ പറയാ, ഏതൊരു സ്ട്രാറ്റജി കിട്ടിയാലും അത് പഠിക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മതി. അത് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ എക്സിക്യൂഷൻ പാർട്ട് വൺസ് ക്ലിയർ ആയാൽ സ്ട്രാറ്റജികൾ ഏതായാലും നല്ല സ്ട്രാറ്റജികളാണെങ്കിൽ അത് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റബിലിറ്റി കാണിക്കാൻ തുടങ്ങും. യൂസ്ഡ് ക്യാപിറ്റൽ നമുക്ക് എവിടെ നിന്നൊക്കെ കാണാൻ പറ്റുക? യൂസ്ഡ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ, നമ്മളുടെ ആക്ച്വൽ ക്യാപിറ്റൽ. നമ്മളൊരു 5000 രൂപയാണ് ഇട്ടിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 ആണ് അതിൽ ആദ്യത്തെ റോൾ എഴുതേണ്ടത്. അത് ഓരോ ദിവസം ട്രേഡ് ചെയ്യുന്ന തോറും മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതില് ചാർജസ് വരും, ലോസ് വരും. ഓരോ ട്രേഡിന് ഓരോ ട്രേഡ് നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കൂലേ? 1000ന്റെ ട്രേഡ് ആണെങ്കിൽ അങ്ങനെ കാണിക്കൂലേ? നമ്മളിപ്പോ ഒരു ഇപ്പൊ ഇൻഫോസിസ് എടുക്കുമ്പോൾ 1100 ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ യൂസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200 അങ്ങനെ എന്തോ അല്ലേ? അതെ. അതെവിടെയാ കാണോ? അത് നമുക്ക് ബൈ ചെയ്യുന്നോർത്ത് തന്നെ കാണാം. അപ്പോഴല്ലേ കാണുള്ളൂ, പിന്നെ കാണൂലല്ലോ. ഇല്ല, പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ ഏകദേശം എത്രയാണെന്നുള്ളത്. നമുക്ക് ആ എടുക്കണ ഓർഡർ വിൻഡോയിലാണ് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിപ്രോ ബൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാം പ്രൈസ് 185 അല്ലെ. ഇപ്പൊ ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കിയാൽ നമുക്ക് റിക്വയർഡ് ക്യാപിറ്റല് 36.45. അത് ഈ സമയത്തല്ലേ കാണുള്ളൂ, പിന്നെ കാണൂലല്ലോ. ഇല്ല, പിന്നെ കാണില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് നോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ ഇതേപോലെ ഇതിന്റെ ടാർഗറ്റ് വെക്കുകയാണ്. ഓക്കെ, ടാർഗറ്റ് വെക്കുക ഈ നെസ്ലെ ഇന്ത്യയുടെ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, ടാർഗറ്റ് വെക്കുമ്പോൾ ഞാൻ ലിമിറ്റിലല്ലേ സ്വിച്ച് വെക്കേണ്ടത്? ലിമിറ്റ് വെച്ചിട്ട് ആ പ്രൈസ് ഏത് ടാർഗറ്റ് റേറ്റ് ആണോ ആ ടാർഗറ്റ് റേറ്റ് വെക്കണം, അത്രയല്ലേ ഉള്ളൂ? അത് ഞാൻ ഷോർട്ട് സെൽ ചെയ്യുന്നതുകൊണ്ട് അതൊരു ബൈയിങ് ഓപ്ഷൻ ആയിട്ടാണ് മാറുക. ഓക്കെ, താങ്ക് യു. നമ്മൾ ഷോർട്ട് സെൽ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാൻ പോകുമ്പോൾ സെൽ പൊസിഷൻ ആയിട്ടാണ് കാണിക്കുക. ബൈ ആണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, ഷോർട്ട് ആണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ബൈ ആയിട്ടാണ് കാണിക്കുക. ഒരു സംശയം, നമ്മളിത് സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോഴേ ഒരുപാട് ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലൊക്കെ ഓപ്പൺ ആയ ഒരു സ്റ്റോക്ക്, പിന്നീട് നമ്മളത് ഇപ്പോ ഗ്യാപ്പ് അപ്പിൽ നല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ഒരു സ്റ്റോക്ക്, അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മളൊരു ബൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സെല്ല് ചെയ്യല്ലേ? ഒരു ഗ്രീൻ ക്യാൻഡിൽ അങ്ങനെ ഒരു ലോജിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും സ്റ്റോക്കുകൾ ഗ്യാപ്പ് അപ്പ് വരാൻ കാരണം ആ ഇനാക്റ്റീവ് അവേഴ്സിലുള്ള ബയേഴ്സിന്റെ ട്രേഡേഴ്സിന്റെ ഡിമാൻഡ് കൊണ്ടാണ്.
അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ടൈമിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം വരെയുള്ള എല്ലാ ഗ്ലോബൽ ഇവന്റ്സുകളും അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിർണായകമായ ന്യൂസുകളൊക്കെ ആയിരിക്കും അതിന്റെ ബൈയിങ് ഓർഡേഴ്സ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഈ മോർണിംഗിൽ പ്രീ മാർക്കറ്റ് ഓർഡേഴ്സ് ഇടുമ്പോൾ ബൈയിങ് ഓർഡേഴ്സ് ഒരുപാടും സെല്ലിംഗ് ഓർഡേഴ്സ് വളരെ കുറവായിട്ടാകുമ്പോഴാണ് ഗ്യാപ്പ് അപ്പിൽ ചാടി ഓപ്പൺ ആവുക. അത് പലപ്പോഴും തിരിച്ചു വരാറുണ്ട്, പലപ്പോഴും മുകളിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിന്റെ ബൈയിങ് മൊമെന്റ് കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. പല നല്ല ബ്രേക്ക് ഔട്ടുകളും സ്വിംഗ് ട്രേഡിംഗ് ബ്രേക്ക് ഔട്ടുകളും ഉണ്ടാവുന്നത് ആദ്യം തന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ചാടിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് കടകടകടകടാന്ന് കയറി പോകാറാണ് കാണുക. എന്നാൽ എല്ലാ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചോളൊന്നുമില്ല. വലിയൊരു ഗ്യാപ്പ് അപ്പ് ചിലപ്പോൾ ഒരു പക്ഷെ അത് റിക്കവർ ആയേക്കാം. അതായത് ആക്ച്വലി ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഒരിക്കലും മാർക്കറ്റിനെ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ തീരുമാനം എടുക്കാൻ മതിയാവില്ല എന്നുള്ളതാണ്. എന്നാലും നമ്മള് അങ്ങനെ നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒന്ന് വെയിറ്റ് ചെയ്തൂടെ, ജസ്റ്റ് പിന്നീട് മുകളിലോട്ട് പോകുമോ എന്നുള്ളത്? അതെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴല്ലേ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതേമാതിരി ഈ ഗ്യാപ്പ് അപ്പിൽ വന്നിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് കാണുകയാണെങ്കിലോ അത് നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പോഴും കുഴപ്പമില്ല. ആദ്യത്തെ ക്യാൻഡിൽ 15 മിനിറ്റിന്റെ റെഡ് ആണെങ്കിൽ പിന്നെ വീണ്ടും അത് ആ താഴേക്ക് വീണ്ടും 15 മിനിറ്റിന്റെ താഴെ ക്ലോസ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് വീണ്ടും അപ്പോൾ റിക്കവർ ആവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പൊ എന്ത് വന്നാലും വേണ്ട, ക്യാൻഡിൽസ് ഫസ്റ്റിന്റെ ക്യാൻഡിലിന്റെ കളർ മാത്രം നോക്കിയാൽ മതി. യെസ്. ഗ്യാപ്പ് അപ്പ് ഡൗൺ ഇതിന് വലിയ പ്രസക്തി ഇല്ല. പിന്നെ സാറ് ജേണൽ എഴുതുമ്പോഴേ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞില്ലേ, SL പോയിന്റും SL ടാർഗറ്റ് പോയിന്റും പറഞ്ഞില്ലേ, അപ്പൊ ഇതില് എമൗണ്ട് അല്ല എഴുതണ്ടേ, അല്ലാതെ നമ്മൾ എടുക്കുന്ന ആ ഗ്യാപ്പിന്റെ പോയിന്റ് അല്ലല്ലോ എഴുതണ്ടേ? ഏതിലാണ് നമ്മൾ ജേണൽ എഴുതുമ്പോ അതിൽ SL പോയിന്റും ടാർഗറ്റും അപ്പൊ പോയിന്റ് ഇട്ടുക്കണു. അപ്പോ അത് നമ്മള് എമൗണ്ട് അല്ല എഴുതണ്ടേ? ഇപ്പൊ ഞാൻ 1000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ എന്റെ 1015 ആണെങ്കിൽ അതല്ല 1000 അങ്ങനെയല്ല എഴുതണ്ടേ? അതെ. ഓക്കെ താങ്ക് യു. 15 രൂപ സ്റ്റോപ്പ് ലോസ്, 15 രൂപ ടാർജറ്റ്, 30 രൂപയാണെങ്കിൽ 15 രൂപ, 15 രൂപ, 30 രൂപയാണെങ്കിൽ 30 രൂപ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 1:1 തന്നെ ട്രേഡ് ചെയ്യുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ആണോ എഴുതേണ്ടത്, അത് മൊത്തം എന്റെ എമൗണ്ട് ആണോ എഴുതേണ്ടത്? അതായത് ചോദിച്ചത് പോയിന്റ് ഇപ്പൊ പോയിന്റ് 15 മാത്രമാണ്. അപ്പൊ രണ്ട് കോളത്തിൽ ഒരുപോലെ വരണം. അപ്പൊ 1:1 ആണെങ്കിൽ എപ്പോഴും സെയിം എമൗണ്ട് തന്നെയല്ല വരിക. അപ്പൊ 15 രൂപ പ്രോഫിറ്റിലോട്ടും 15 നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് കോളം വെച്ചേക്കുന്നത്. ഓക്കെ. അതായത് ബൈയിങ് പ്രൈസ് മൈനസ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ബൈയിങ് പ്രൈസ് മൈനസ് ടാർഗറ്റ് അല്ലേ, ആ ഡിഫറൻസ്. ഓക്കെ. അപ്പൊ നമ്മളത് സംശയം 1:1 ആകുമ്പോ രണ്ടും ഒരു എമൗണ്ട് തന്നെയാണല്ലോ വരിക. അതെ, ഷുവർ ആയിട്ട്. ഇപ്പൊ എഴുതിയത് അങ്ങനെയല്ല എഴുതിയത്. ഇവിടെ നോക്കി എഴുതിയാൽ മതി. അതായത് ഇപ്പോ നമ്മള് 11 രൂപയാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 11 തന്നെ ടാർജറ്റ്. ഓക്കെ. ഇതുവരെ എഴുതിയത് അങ്ങനെയല്ലായിരുന്നു, ഇതുവരെ എഴുതിയത് എമൗണ്ട് ആയിരുന്നു എഴുതിയത്. എമൗണ്ട് ആണെങ്കിൽ നമുക്കത് പിന്നത്തെ ഒരു കോളത്തില് ആ വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. രണ്ടും ഒരുപോലെ എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. തെറ്റുപറ്റാതിരിക്കാനാണ് പർപ്പസ്. ഓക്കെ. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ, എനിക്കാണ് ഈ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രോ ആണ്, പിന്നെ അല്ലെങ്കിൽ കൂടുതൽ സെറോദ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ക്ലാസ് കിട്ടുന്നതേ ഫസ്റ്റ് സ്റ്റോക്കിലാണ്. ഓക്കെ, അത് അന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റോക്കിൽ എല്ലാവരും രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും നമ്മളൊക്കെ ചെയ്യാൻ പോകുന്നത് ഗ്രോയിലോ സെറോദയിലൊക്കെ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഈ ക്ലാസിന്റെ കൂടെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴേ ഒരു ദിവസം ഗ്രോയിൽ ഒരു സെഷൻ എടുത്താലും സാറിന് പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റോക്ക്, കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആപ്സുകളിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ കമ്പനി ഓൾറെഡി ഫസ്റ്റ് സ്റ്റോക്കിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും ഫസ്റ്റ് സ്റ്റോക്ക് ആയിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്. ഗ്രോ അതിന്റെ ഇന്റർഫേസ് നല്ല കുറച്ചുകൂടെ ഈസിയാണ്. പ്രിന്റൗട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇന്റർഫേസ് ഒക്കെ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് സ്റ്റോക്കിനേക്കാൾ ബെറ്റർ ആണ് ഗ്രോ എന്ന് പറയുന്നത്. ഗ്രോയിൽ കുറച്ചുകൂടെ ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ അത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഈസിയാണ്. ആക്ച്വലി അതിന്റെ ഇന്റർഫേസ് ബെറ്റർ ആണ്. പിന്നെ ഈ ബ്രോക്കറേജ് ചാർജസ് എങ്ങനെയാണെന്ന് അറിയില്ല. അത് സെറോദയിൽ കുറവാണെന്ന് കേട്ടിട്ടുണ്ട് ഗ്രോയേക്കാളും. അപ്പം ഒരു എപ്പോഴെങ്കിലും ഉടനെ അല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരു സെഷൻ കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ ഗ്രോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോ എപ്പോഴെങ്കിലും ഒരു സെഷൻ കിട്ടിയാൽ നന്നായിരിക്കും സാർ. നിങ്ങൾ അങ്ങനെ കോർഡിനേറ്റ്സിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ സെക്ഷൻ വേണമെന്നുള്ളത്. അപ്പൊ അവരത് ചെയ്തു. ശരി, ഓക്കെ, താങ്ക്സ്. ഓക്കെ.
സാറേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ആ. ഞാൻ TCS ഒരു റീട്രേസിൽ കണ്ടപ്പോ ഒരു ട്രേഡ് എടുത്തിരുന്നു. ആ. പക്ഷെ അതിന്റെ സ്റ്റോപ്പ് ലോസ് വെച്ചപ്പോ എമൗണ്ട് മാറിപ്പോയി. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓർഡേഴ്സിൽ പോയിട്ട് അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ മോഡിഫൈ ചെയ്യുമ്പോ ഓർഡർ ക്യാൻസൽഡ് അങ്ങനെ എന്തോന്ന് കാണിക്കുന്നത്? ആണോ? ഞാനൊന്ന് ഇവിടെ ഒന്ന് നോക്കട്ടെ. ഞാനൊരു ട്രേഡ് എടുത്തിട്ട് അതിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ത്രീ ഡോട്ടില് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ അതല്ലേ മോഡിഫൈ ഓർഡർ എന്നുള്ള അതല്ലേ? ഓർഡേഴ്സിൽ പോയിട്ട് മോഡിഫൈ ഓർഡർ എന്ന് കാണാൻ പറ്റും. അതില് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സിൽ മോഡിഫൈ ഓർഡർ എന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമ്മുടെ എമൗണ്ട് മാറ്റി അടിച്ചു കൊടുത്താൽ പോരെ? എന്നിട്ട് നമ്മുടെ എമൗണ്ട് മാറ്റി അടിച്ചു കൊടുത്താൽ പോരെ? മാറ്റി അടിച്ചു കൊടുത്താൽ മതി അല്ലേ? ശരി, ഞാൻ നോക്കാം. മോഡിഫൈ ഒരു ഓപ്ഷനാണ്, ക്യാൻസൽ മറ്റൊരു ഓപ്ഷനാണ് അല്ലെ? നമുക്കത് സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അത് മാറ്റി വെക്കണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ ഇൻഫോസിസ് കറക്റ്റ് ആണെന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞത് ഓക്കെ ആണ്, പക്ഷെ വലിയ ക്യാൻഡിലാന്ന് പറഞ്ഞു. ATR വെച്ച് ചെക്ക് ചെയ്യുമ്പോ 1 കൂടുതലും 2 താഴെ ആയിരിക്കണം എന്നല്ല പറഞ്ഞായിരുന്നേ. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാമോ? ചെക്ക് ചെയ്യണമെന്നില്ല. ബേസിക്കലി ATR ഇപ്പൊ ഇനി അത്ര കൺഫ്യൂഷൻ ഉള്ളവർക്ക് പറഞ്ഞൊരു കാര്യമാണ്. സാധാരണ നിലയ്ക്ക് നമ്മളൊരു ഇൻഫോസിസ് അല്ലേ പറഞ്ഞേ? അതെ, എന്താ ഇൻഫോസിസ്? ഇൻഫോസിസ് നമുക്ക് ഏകദേശം നോക്കിയിട്ട് നമ്മുടെ ആവറേജ് ക്യാൻഡിലിനേക്കാളും ഒരു ഇരട്ടിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രം അത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നാൽ മതി. അതല്ല, ഒരു ആവറേജ് ക്യാൻഡിലിനേക്കാൾ വലുതും ഇരട്ടിയേക്കാൾ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം, നോ പ്രോബ്ലം. അതിന് വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നോക്കണം എന്നില്ല. നമ്മൾ ഏകദേശം ഒരു 19 ക്യാൻഡിൽസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ശരാശരി ക്യാൻഡിൽ നമുക്ക് കാണാമല്ലോ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിൽ അല്ലെ, ഈ ഒരു ക്യാൻഡിൽ ഒരു മീഡിയം സൈസ്ഡ് ക്യാൻഡിൽ ഇതിലൊരെണ്ണം സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുക? ഈ ഒരു ക്യാൻഡിലോ? അപ്പൊ അതിന്റെ ഇരട്ടിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് വിടുന്നതാണ് നല്ലത്. ഒരു 1x ഇപ്പൊ ഇത് 30 രൂപയാണെങ്കിൽ 30 രൂപയേക്കാൾ കുറവാണെങ്കിലും നമ്മളത് എടുക്കാതിരിക്കേണ്ടതാണ് നല്ലത്. എപ്പോഴും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു 100% to 200% ഉള്ളിൽ നിൽക്കുന്ന, ആവറേജിന്റെ 100% to 200% ഉള്ളിൽ നിൽക്കുന്ന ക്യാൻഡിൽസ് ആണ്. ഇനിയിപ്പോ ഒരു ഇരട്ടി ആയാലും ഇറ്റ്സ് ഓക്കെ ആണ്, അതിൽ കൂടുതൽ ആവാതെ നോക്കാം. ഇത് ഏകദേശം ഒരു ഇരട്ടിയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ അതിലധികം കൂടാതെ നോക്കാം. 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ആണെങ്കിൽ എപ്പോഴും അത് പലപ്പോഴും ഒരു തിരിച്ച് റിക്കവറിക്കുള്ള സാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, ഒരു ഇരട്ടിയാണോ 2 ഇരട്ടിയാണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കാൻ നോക്കുക. കാരണം ഇത് എല്ലാ ദിവസവും പെട്ടെന്ന് നമ്മൾ പല സ്റ്റോക്സുകൾ ചെയ്യുമ്പോൾ നമുക്കത് എടുത്ത് അളന്ന് നോക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പൊ ATR വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഏകദേശം ഒരു മീഡിയം സൈസ്ഡ് ക്യാൻഡിൽ വർക്ക്സ് ബെറ്റർ. അത് ബോഡി മാത്രമല്ലേ നോക്കുള്ളൂ, വിക്ക് കൂട്ടുന്നില്ല, ബോഡി മാത്രം ചെക്ക് ചെയ്താൽ മതി. ബോഡി നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? കുറച്ചുകൂടി അതൊരു ആവറേജ് ക്യാൻഡിലിനേക്കാളും വലുതുമാണ്, 2 ഇരട്ടിയേക്കാൾ കൂടുതലില്ല, നമുക്ക് ഒറ്റയടിക്ക് തന്നെ കാണാം അല്ലെ, മനസ്സിലാക്കാവുന്ന ഒരു ക്യാൻഡിൽ. സാർ ഒരു ഡൗട്ട്, നമ്മൾ ഈ ജേണൽ എഴുതുമ്പോഴേ യൂസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, കോളം ഉണ്ടല്ലോ, ഓക്കെ, അത് ടോട്ടൽ എമൗണ്ട് നമ്മൾ ആ വാലറ്റിൽ എടുക്കുന്ന എമൗണ്ട് അല്ലേ ഉദ്ദേശിക്കണേ? അത് ആ പെർട്ടിക്കുലർ എമൗണ്ട് നമ്മളിപ്പോ ഈ ഒരു ഇൻട്രാഡേയുടെ കേസിലാണെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണ്? ഇപ്പൊ നമ്മൾ 5000 രൂപ നമ്മൾ ഇട്ടിട്ട് അതിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്, അതിൽ എത്ര ക്യാപിറ്റൽ യൂസ് ആയി എന്നുള്ള രീതിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ എമൗണ്ടിന് ഒരു കോളം കൊടുക്കാം. എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം അതിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതായത് നമ്മളുടെ ക്യാപിറ്റൽ ഓരോ ദിവസം ചെല്ലുമ്പോൾ മുകളിലേക്ക് താഴത്തേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ എമൗണ്ട് എന്ന് പറയുന്ന ഒരു കോളം കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റ് ഇൻ പോയിന്റ്സ് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ ആ ഷോർട്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ലോങ് പൊസിഷനിൽ ഇത് വെക്കുമ്പോൾ അതിൽ കാണുന്ന ആ ഒരു പോയിന്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്? നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോയിന്റ്സ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടി, ഇതിൽ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും എവിടെയാ കാണിക്കുന്നത്? അത് നമ്മൾ എപ്പോഴാണ് ട്രേഡ് എടുക്കുന്നത് ആ ടൈം അപ്പൊ നോട്ട് ചെയ്ത് വെക്കണല്ലേ ഈ ജേണലിൽ? നമ്മളിപ്പോ ഒരു 10:15 ട്രേഡ് എടുക്കുന്നത് ടൈം. എക്സിറ്റ് ടൈം നമുക്ക് അത് എക്സിറ്റ് ആയതിനു ശേഷമാണ് കാണാൻ പറ്റും. അതായത് നമ്മള് അത് ഓർഡറിൽ എടുത്ത് നോക്കണം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച ടൈം അല്ലെങ്കിൽ ടാർഗറ്റ് അടിച്ച ടൈം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു.
ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അത് ക്യാൻസൽ ചെയ്തു, എന്നിട്ട് ക്യാൻസൽ ചെയ്തപ്പോ ക്യാൻസൽഡ് കാണിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും പൊസിഷനിൽ പോയിട്ട് വീണ്ടും ഒരു ടാർഗറ്റ് വെക്കാൻ നോക്കിയപ്പോ ഓർഡർ ഫെയിൽഡ് തന്നെ കാണിക്കുന്നത്. ഓൾറെഡി എന്താണ് സ്റ്റോപ്പ് ലോസ് ആണോ? സ്റ്റോപ്പ് ലോസ് ആദ്യം വെച്ചപ്പോ നമ്പർ മാറിപ്പോയി. ഓക്കെ. എന്നിട്ട് ഞാൻ മോഡിഫൈ കൊടുത്തു. മോഡിഫൈ കൊടുത്തപ്പോ ഓർഡർ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. മോഡിഫൈ ഓർഡർ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കണമെങ്കിൽ അത് നിലവിലുള്ള പ്രൈസിന്റെ ഷോർട്ട് പൊസിഷൻ അല്ല. അപ്പൊ നിലവിലുള്ള പ്രൈസിന്റെ മേലെ ആവാതിരിക്കുമ്പോഴാണ് അങ്ങനെ കാണിക്കാറ്. നിലവിലുള്ള പ്രൈസിന്റെ മേലെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്? സ്റ്റോപ്പ് ലോസ് അതെ, സാധാരണ നിലവിലുള്ള പ്രൈസിന്റെ മേലെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ആവാറുണ്ട്. പക്ഷെ ആവുന്നില്ല, ഓർഡർ ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. അതല്ലേ, ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും കോർഡിനേറ്റ്സിന്റെ അടുത്ത് ഒന്ന് കംപ്ലൈന്റ് ചെയ്താൽ മതി. ഇനിയിപ്പോ ഇത് സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കണേ പറഞ്ഞിട്ടേ. അല്ല, ഈ ഒരു പൊസിഷൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പൊസിഷൻ നമ്മൾ എടുത്ത പൊസിഷൻ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നല്ലേ പറഞ്ഞേ? ഇല്ല, ഒന്നും അടിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 മണിക്ക് മുമ്പ് 3 മണിക്ക് ഒരു അലാറം വെക്കുക. 3 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു അലാറം വെച്ചിട്ട് അത് മാനുവലി എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അതിന് മുമ്പ് സ്റ്റോപ്പ് ലോസോ ടാർജറ്റോ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ടാർജറ്റ് ക്യാൻസൽ ചെയ്തിടാം, ടാർജറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്തിടാം. ടാർജറ്റ് ഞാൻ വെച്ചിട്ടില്ല, സ്റ്റോപ്പ് ലോസ് വെച്ചപ്പോഴാണ് പ്രശ്നം വന്നത്. അപ്പൊ ടാർജറ്റ് വേറെ വെച്ചുകൂടെ നമുക്ക്? ടാർജറ്റ് വെക്കാം. പക്ഷെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും സെയിം എമൗണ്ട് ആയിരിക്കും. എനിക്ക് എമൗണ്ട് അങ്ങോട്ട് മാറിപ്പോയതാ. അങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരാറ്. ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എമൗണ്ട് നിലവിലുള്ള പ്രൈസിന്റെ താഴെ ആവുമ്പോഴാണ് അത് മോഡിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. പക്ഷെ എമൗണ്ട് മുകളിലാണ്, കാരണം 2350 പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കോർഡിനേറ്റ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ അതൊരു ടെക്നിക്കൽ എറർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. കൂടുതലും 99% നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നതുകൊണ്ടായിരിക്കാറാണ് പതിവ്. 1% ടെക്നിക്കൽ എറർ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അത് ടെക്നിക്കൽ എറർ ആണെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് വിത്ത് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോ തന്നെ ഒന്ന് ഗ്രൂപ്പിലിടാം സാർ, ഒന്ന് നോക്കാൻ പറ്റുമോ? ടെലിഗ്രാം ഗ്രൂപ്പിലാണോ? ടെലിഗ്രാമിലിടാം. ഏതാ ബാച്ച്? 98. ഓക്കെ, കിട്ടോ, ഞാൻ നോക്കാം. ഒരു കൺസേൺ ഉണ്ടായിരുന്നു സാറേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെന്റർ മാറുമ്പോഴേ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് ആള് വന്നിട്ട് വേറെ റിപ്പോർട്ട് ചെയ്യണേ. അത് കോർഡിനേറ്റ്സിന്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തു. സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്താന്ന് വെച്ചാൽ ഇപ്പം സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒരാൾ വന്ന് ഇടയ്ക്ക് വേറെ രീതിയിൽ പഠിപ്പിക്കുന്നു, പിന്നെയും സാറ് വരുന്നു. അപ്പം പിന്നെ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ കാര്യമായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. അതപ്പോ അവർ ആ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അത് മാറ്റം വരുത്തിക്കോളും. ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ അടുത്ത ലൈവിന് സാറല്ല വേറെ ആരാണോ വരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമാവും. അല്ലെങ്കിൽ ഒരാള് തന്നെ ഇപ്പൊ ഇടയ്ക്ക് ആള് മാറിയ ആ ആള് തന്നെ സ്ഥിരം വരണം. അല്ലെങ്കിൽ ഇപ്പൊ സാറിന് എന്തെങ്കിലും ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾ വന്നാൽ സാറ് എന്നൊക്കെ പഠിപ്പിച്ചെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അടുത്ത ആൾ വന്ന് പഠിപ്പിച്ചാലേ ശരിയാകത്തുള്ളൂ. ഇത് മൊത്തത്തിൽ ഞങ്ങൾ 0 ആകുന്നു ഇടയ്ക്ക്. ഷുവർ ജോസഫ്, ഐ കൺഗ്രാജുലേറ്റ് യുവർ വാലിഡ് ഫീഡ്ബാക്ക്. പക്ഷെ എന്തായാലും എന്റെ അടുത്ത് പറയുന്നേക്കാൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും ഇത് നിങ്ങളുടെ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പൊ അവർ അതിന് വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് വരുത്തിക്കോളും. ഓക്കെ, നമ്മളിവിടെ മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ക്ലാസ് വെച്ച് പോകുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 98 ബാച്ച് മാത്രമായിട്ടാണ് എടുത്തിരുന്നത്. അപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ ബാക്കി 94, 95, 96, 97 വേറെ മെന്റർക്കാണ് കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു ആള് ലീവ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെയുള്ള അത് കാലിക്കറ്റാണ്, ഞാനിവിടെ അങ്കമാലിയിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് എന്തുകൊണ്ടായിരിക്കാം അത് മാറ്റി വെച്ചിട്ടുണ്ടാവാം. അപ്പൊ എന്തായാലും അത് ശരിയാ, പക്ഷെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മെന്റർ മാറുമ്പോഴത്തേക്ക് ഷുവറായിട്ട് അതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ കോർഡിനേറ്റ്സിന്റെ അടുത്ത് ശക്തമായി റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവരതിനു വേണ്ടിയുള്ള മാറ്റങ്ങൾ വരുത്തും. ഓക്കെ സാർ, ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ സാറേ. ഞാൻ 95 ബാച്ചിലാണ്. അപ്പം ഏകദേശം ഒരു ജൂൺ പകുതിയോട് കൂടിയ നമ്മുടെ ബേസിക് ഇൻട്രഡേ ലൈവ് ക്ലാസ് തുടങ്ങിയത്. ഇപ്പോഴും ഞങ്ങൾ ബേസിക് അത് ഇങ്ങനെയാണോ നമ്മുടെ ക്ലാസ് സ്ട്രക്ചർ? അതോ ബേസിക് ഞങ്ങളിപ്പോഴും
ഏകദേശം ഒരു 25-30 ട്രേഡ് എടുത്ത് 25 ട്രേഡോളം നമ്മൾ ഇൻട്രാഡേ തന്നെ ബേസിക് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അമൽ എന്ന് പറയുന്ന മെന്റർ ഉണ്ടല്ലോ, ആളെടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മള് ആളാണത് സെറ്റ് ചെയ്തത്, ഈ ഒരു സ്ട്രാറ്റജിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഈ ഒരു 50 days. പിന്നെ സുനിൽ സാർ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മള് ഒരു 2 months കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അഡ്വാൻസ് സ്ട്രാറ്റജി വേറെ തരാം എന്നുള്ള പ്ലാനിലാണ് പറഞ്ഞത്. എന്തായാലും ഒന്ന് സൂചിപ്പിച്ചോ എങ്ങനെയാണെന്നുള്ളതേ. ഓക്കെ, ശരി, താങ്ക് യു. യെസ് യെസ്. ഹലോ, അപ്പൊ ഇത് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമ്മള് ട്രേഡേഴ്സിന്റെ ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള തരത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു 2 months നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്ത റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജി വേറൊരു ബാച്ച് ആക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കും. അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അമലിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. സാറേ, ഞാനത് ടെലഗ്രാമിൽ ഇട്ടായിരുന്നേ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? ഓക്കെ. ഇതിപ്പോ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാൻ സമയത്തല്ലേ ഈ പ്രോബ്ലം? അതെ അതെ. അല്ല, ഇത് മോഡിഫൈ തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് വീണ്ടും സ്റ്റോപ്പ് ലോസ് വെക്കാൻ നോക്കുമ്പോഴാണ് ഓർഡർ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ആ കോർഡിനേറ്റ്സിന്റെ അടുത്തൊന്ന് റിപ്പോർട്ട് ചെയ്തോളൂ ഫസ്റ്റ് സ്റ്റോക്കിൽ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് എടുത്ത് നോക്കാം. അത് ചിലപ്പോ നിങ്ങൾക്ക് അതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാവാം, എനിക്കറിയില്ല. കാരണം ഇത് തോന്നുന്നതാണ്, പക്ഷെ എവിടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവും. നോക്കാം നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. ഒരു സ്റ്റോക്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളൊരു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു ക്വാണ്ടിറ്റി വാങ്ങി. അപ്പൊ ഇനി അതിന്റെ പൊസിഷൻസിൽ പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഇത് ബൈ ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പ്രൈസിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അല്ലെ. അപ്പൊ ഞാനൊരു SLM ഓർഡർ ഇട്ടിട്ട് 113 രൂപ, 2 രൂപ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഓർഡേഴ്സിൽ പോയി പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ പോയി മോഡിഫൈ കൊടുത്തു. നമുക്ക് 113 പകരം 112 ഇടുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു മാറ്റം വരുത്തണ്ട. അത് മോഡിഫൈഡ് ആയിട്ടുണ്ട് അല്ലെ, ഓർഡർ മോഡിഫൈഡ് സക്സസ്ഫുള്ളി. ഇനി ഞാനിത് ക്യാൻസൽ ചെയ്ത് കളയാണ്. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വീണ്ടും പൊസിഷൻസിൽ പോയിട്ട് അടുത്തൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കാം. ഇവിടെ എക്സിറ്റിൽ പോയി നമ്മൾ 115 രൂപയ്ക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ താഴെയുള്ളൊരു പ്രൈസായ 112.9 അല്ലെ. നമ്മള് SLM ഓർഡർ ഇട്ടു, ഇൻട്രാഡേ സെല്ല് കൊടുത്തു. അപ്പൊ ഓർഡർ സ്പെൻഡിങ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. അതായത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഇത് റിജക്റ്റ് ആവും. ഞാൻ ഷോർട്ട് സെല്ലായിരുന്നു. ഇത് ബൈ ആണെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് പറ്റാനുള്ളൊരു സാധ്യത ഇപ്പോ ഓർഡേഴ്സ് കംപ്ലീറ്റ്. ഓക്കെ, ഇപ്പൊ മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞാല് നമ്മൾ ആ പ്രൈസ് അടിച്ചു കൊടുത്തത് ഇതിന് മുമ്പ് SLM ആയിട്ട് ആക്കിയിട്ടുണ്ടോ നോക്കാം. ആക്കിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു സെൽ പൊസിഷനും കൂടി എടുത്ത് നോക്കാം. PNB ഷോർട്ട് സെല്ല് ഇൻട്രാഡേ മാർക്കറ്റ് ഓർഡറിന് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്തു.
അപ്പോൾ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, നമുക്ക് വേറൊരു സ്റ്റോക്ക് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ബൈ ചെയ്ത് വെച്ചാൽ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ടാറ്റ സ്റ്റീൽ അല്ലേ, ടാറ്റ സ്റ്റീല് ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഷോർട്ട് സെല് ചെയ്യാം. മാർക്കറ്റ് ഓർഡർ ഇൻട്രാഡേ ഷോർട്ട് സെൽ കംപ്ലീറ്റഡ് ആയി. ടാറ്റ സ്റ്റീലിൽ പോയി പൊസിഷൻസ് എക്സിറ്റ് കൊടുത്തു, SLM ചൂസ് ചെയ്തു. ഇപ്പോൾ 183 നിൽക്കുന്നത്. അപ്പോൾ അതിന് വരെ 180 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓർഡേഴ്സ് സെല്ല് 123.29. പൊസിഷൻസിൽ എക്സിറ്റ് നിലവിലുള്ള പ്രൈസിന്റെ മേലെ 186 SLM ബൈ. ഓർഡർ ബുക്കിൽ പോയി അത് കാണാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. മോഡിഫൈ ഓർഡർ ഈ 186 മാറ്റി 187 ആക്കി. മോഡിഫൈ ആവുന്നുണ്ടോ നോക്കി, മോഡിഫൈ ആവുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ആയിട്ടുണ്ട്. വീണ്ടും പൊസിഷൻസിൽ പോയിട്ട് അല്ലെ, അങ്ങനെയല്ല ചെയ്ത് വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ നോക്കാം. അപ്പോൾ എക്സിറ്റ് കൊടുത്തു 188 SLM ഓർഡർ ആക്കിയിട്ട് 188 അടിച്ചു. ഇൻട്രാഡേ ബൈ. ഓക്കെ, വീണ്ടും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതില് ഇങ്ങനെ മിസ്റ്റേക്ക് വരാൻ സാധ്യത കുറവാണ്. കണ്ടോ, നമ്മുടെ കഴിഞ്ഞ സ്റ്റോപ്പ് ലോസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം വീണ്ടും അടുത്ത സ്റ്റോപ്പ് ലോസ് ബൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് 188 രൂപയ്ക്ക്. ട്രിഗർ ഇസ് പെൻഡിങ്. ഞാനിപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നണില്ല. ഇപ്പൊ 100 ട്രേഡൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നേക്കാം. സാധാരണ നിലയ്ക്ക് മിക്കതും നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം അതിന്റെ പിന്നിലുള്ള കാരണം. എനിവേ, നിങ്ങൾ എന്തായാലും ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തോ, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്ന് റിപ്പോർട്ട് ചെയ്തോ കോൺടാക്ട്സിലെടുത്ത്. ഓക്കെ, സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്തു. സാർ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഷോർട്ട് സെൽ ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജ് കിട്ടില്ല ഇൻട്രാഡേയില്? കിട്ടും. ഷോർട്ട് സെല്ലിലും ബൈ പോലെ തന്നെ സെയിം ലിവറേജ് തന്നെ. പക്ഷെ എമൗണ്ട് കാണിക്കുമ്പോ ഫുൾ എമൗണ്ട് ആണ് കാണിക്കണേ. അത് ഇൻട്രാഡേ ആക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഡെലിവറി ആയി കിട്ടുമ്പോഴാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ചെയ്യോ ചെയ്തപ്പോ എനിക്ക് റിജക്ട് വന്നെന്ന് പറഞ്ഞതാണ്. ഇപ്പോ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, എക്സിറ്റ് മാർക്കറ്റ് ബൈ. ടാറ്റ സ്റ്റീല് കാണാം. ഇവിടെ നമ്മൾ ടാറ്റ സ്റ്റീല് ബൈ കൊടുത്തു. ഇവിടെ നമുക്ക് ഡെലിവറി ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പ്രൈസ് തന്നെയാണ് റിക്വയർഡ് മാർജിൻ കാണിക്കുക. അത് ഇൻട്രാഡേക്ക് മാറ്റുമ്പോൾ ഇപ്പോഴാണ് നമുക്കത് 5 ആവുന്നത്. ബൈ ചെയ്യുമ്പോൾ മാറുണ്ട്, ഷോർട്ട് ചെയ്യുമ്പോഴാണ് എമൗണ്ട് മാറാത്തത്. എന്താണ്? ബൈ ചെയ്യുമ്പോൾ ലിവറേജ് എമൗണ്ട് താഴെ മാറുണ്ട്, ഷോർട്ട് ചെയ്യുമ്പോഴാണ്. ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പോ ഫോർ എക്സാമ്പിൾ വിപ്രോ ഷോർട്ട് ഡെലിവറി മാറ്റി നമ്മൾ ഇൻട്രാഡേ ആക്കി അല്ലെ. ആ ഷോർട്ടിന് ഓൾറെഡി 36 രൂപയാണ് കാണിക്കുന്നുള്ളൂ. ഡെലിവറി ആണെങ്കിൽ ഡെലിവറി നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ബാങ്കിന്റെ ഫസ്റ്റ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞപ്പം റീസൺ വന്ന് കിടക്കണ ഇൻസഫിഷ്യന്റ് മാർജിൻ ഷോർട്ട് ഫോൾ 240, അവൈലബിൾ ബാലൻസ് 983 ആണ് കിടക്കുന്നത്. എന്നിട്ട് അത് റിജക്റ്റഡ് ആയി പോവായിരുന്നു. റീസൺ വന്ന് കിടക്കുന്നത് ഇൻസഫിഷ്യന്റ് മാർജിൻ ഷോർട്ട് ഫോൾ 240.39, അവൈലബിൾ ബാലൻസ് 983, എന്നിട്ടും അത് റിജക്റ്റ് ആയി പോവായിരുന്നു.
ഒന്ന് റിജക്ട് ആവാനുള്ള കാരണം നമ്മൾ ഡെലിവറി ഇട്ടിട്ട് ഷോർട്ട് സെൽ ചെയ്യാൻ നോക്കുമ്പോഴാണ്. ഡെലിവറി ഇട്ടിട്ട് ഷോർട്ട് സെൽ ചെയ്യാൻ നോക്കിയാൽ റിജക്റ്റഡ് ആവും. ഇതായിരുന്നു ഇട്ടിരുന്നത്, ഇൻട്രാഡേ ആയിരുന്നു ഇട്ടിരുന്നത്. ഓക്കെ, ഇൻട്രാഡേ അതായത് സ്റ്റാർട്ടിങ് ഇഷ്യൂ ഒന്നുകൂടി പറയാമോ? സ്റ്റാർട്ടിങ് ഇൻട്രാഡേ ഇട്ടിട്ട് ഒരു സ്റ്റോക്ക് നമ്മൾ ഷോർട്ട് സെൽ ചെയ്യാൻ നോക്കി അല്ലേ? അതെ. അപ്പോഴാണോ റിജക്ട് ആവുന്നത്? അപ്പം ഷോർട്ട് സെല്ല് നോക്കിയപ്പോഴേ റിജക്റ്റഡ് ആണെന്നും പറഞ്ഞാണ് വന്നത്. ബൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, സെല് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സാർ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കോ. 96 ബാച്ചിൽ 96 ബാച്ചിൽ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞത് ഏത് സ്റ്റോക്ക് ആയിരുന്നു? ആക്സിസ് ബാങ്കിന്റെ തന്നെയാണോ? ആക്സിസ് ബാങ്ക്. ഓക്കെ, ആക്സിസ് ബാങ്ക് NSE ക്വാണ്ടിറ്റി. ഓക്കെ, ക്വാണ്ടിറ്റി മാർക്കറ്റ് റിക്വയർഡ്. അപ്പോ ഇതിൽ ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ഒന്ന് ചെയ്തു നോക്കൂ, എങ്ങനെയാണ് ലിവറേജ് പോകുന്നതെന്ന് അറിയാൻ. വളരെ അപൂർവമായിട്ട് ചില സ്റ്റോക്സുകൾക്ക് ലിവറേജ് കൊടുക്കാറില്ല, എക്സ്ചേഞ്ച് കൊടുക്കാറില്ല. അതിന്റെ കാരണം വളരെ വോളറ്റൈലായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സുകൾ ഇൻട്രാഡേയിൽ നിന്ന് ടെമ്പററി ആയിട്ട് മാറ്റി വെക്കും, അതുകൊണ്ട് ലിവറേജ് കിട്ടില്ല. അതുപോലെ നമുക്കറിയാം എല്ലാ സ്റ്റോക്സുകൾക്കും ലിവറേജ് ഇല്ല, അല്ല ഇൻട്രാഡേ ഇല്ല. ഇൻട്രാഡേ ഇല്ലാത്ത സ്റ്റോക്സുകളിൽ നമ്മൾ ഷോർട്ട് സെല് ചെയ്യാൻ നോക്കിയാലും അത് റിജക്റ്റ് ആവും. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഏതാണ് സ്റ്റോക്ക്, ആക്സിസ് ബാങ്കിൽ എന്തെങ്കിലും വോളറ്റൈലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും ടെമ്പററി ആയിട്ട്, അതുകൊണ്ടാണ് ഒരു ഇൻട്രാഡേ മാർജിൻ കുറയ്ക്കാത്തത്. സാധാരണ നിലയ്ക്ക് മിക്ക സ്റ്റോക്സുകൾക്ക് നമുക്ക് ഇൻട്രാഡേ 5-1 ആവാറുണ്ട്, ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കിയത്. അപ്പൊ ആവുന്നില്ലെങ്കിൽ അത് സെല് ചെയ്യാൻ നോക്കുമ്പോൾ അതിലൊരു മെസ്സേജ്, വാർണിംഗ് മെസ്സേജ് കാണിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റോക്ക് വോളറ്റൈൽ ആവുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരിക്കലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആവണമെന്നില്ല. എല്ലാ സ്റ്റോക്സുകളിലും നമുക്ക് ഇൻട്രാഡേ പൊതുവെ വളരെ അപൂർവമായിട്ട് മാർജിൻ കിട്ടാതിരിക്കാറുണ്ട്. അത് ഹൈ വോളറ്റൈലിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. പുള്ളി പറഞ്ഞതില് ഇൻസഫിഷ്യന്റ് ബാലൻസ് അല്ല അങ്ങനെ പറഞ്ഞ ആദ്യം ഇൻസഫിഷ്യന്റ് ബാലൻസ് അങ്ങനെന്തോ പറഞ്ഞു. അപ്പൊ ബാലൻസ് ഇല്ലാത്തോണ്ടായിരിക്കില്ലേ അത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കാറുള്ള? അല്ല, ബാലൻസ് ഇതില് ഈ അയച്ച സ്ക്രീൻഷോട്ടിലെ ബാലൻസ് 2250 കാണിക്കുന്നുണ്ട്. റിക്വയർഡ് മാർജിൻ 1215 കാണിക്കുന്നത്. അപ്പൊ അത് ബാലൻസ് ഇല്ലാത്തൊരു ഇഷ്യൂ അല്ല. ആൾ പറഞ്ഞ ഇഷ്യൂ ഇൻട്രാഡേയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ലിവറേജ് മാർജിൻ കുറയുന്നില്ല എന്നുള്ളതാണ് അല്ലേ? പ്രിൻസ് അത് സെല് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പൊ പറ്റാതിരിക്കുന്നുണ്ടോ? മാർജിൻ ഇല്ല എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ബാലൻസ് ഇല്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നണോ? അതിന് ലിവറേജ് കിട്ടില്ല എന്നുള്ളൂ. അല്ലേ പ്രിൻസ്? അതെ, ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാ, ലിവറേജ് കിട്ടുന്നില്ല. അതല്ലാതെ അത് സെല് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആയി നേരത്തെ ചെയ്തപ്പോ. അതല്ലാതെ ബാലൻസ് കുറവാണെന്നൊന്നും പറയുന്നില്ലല്ലോ? ഇല്ലില്ല. ഓക്കെ, അപ്പൊ അത് ഹൈ വോളറ്റൈലായിട്ട് ആ ഒരു ടെമ്പററി ആയിട്ട് വോളറ്റൈലിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിൽ ലിവറേജ് കിട്ടാറില്ല, നോർമലാണ്. പക്ഷെ നമുക്ക് ബാലൻസ് ഇല്ല എന്ന് പറയണമെങ്കിൽ റിക്വയർഡ് മാർജിൻ അക്കൗണ്ട് ബാലൻസിനേക്കാളും കൂടുതലാവുമ്പോൾ തന്നെ അങ്ങനെ പറയുള്ളൂ. സാർ അതുപോലെ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല്, ഇത് ആദ്യമേ ചില പറഞ്ഞാണ്, എനിക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട്, നമുക്ക് ഡേ ട്രേഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പം ട്രേഡ് ചെയ്യാനും പറ്റത്തില്ലേ? അത് എങ്ങനെ നമ്മൾ എടുക്കുന്നതെന്ന് കാണിക്കാവോ? അതായത് ക്യാഷ് ട്രേഡിംഗ്, ഡെലിവറി ട്രേഡിംഗ്. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി, എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് ഇന്ന് തന്നെ വിൽക്കുന്നതും, ഇന്ന് ഞാൻ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് എനിക്ക് താല്പര്യമുള്ളപ്പോൾ ഞാൻ വിൽക്കുന്നതുമായിട്ടുള്ള 2 രീതി ഉണ്ടല്ലോ. അത് നമുക്ക് സ്വിംഗ് ട്രേഡിംഗിന്റെ ലൈവില് നിങ്ങൾക്ക് കിട്ടും. ഡെലിവറി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് മേടിച്ചിട്ട്. നമ്മൾ ആ ക്ലാസ്സിൽ എത്തിയായിരുന്നോ? എന്തോ നമ്മൾ ആ ക്ലാസ്സിൽ എത്തിയായിരുന്നോ? ക്ലാസ്സിലായിരുന്നു. സ്വിംഗ് ട്രേഡിംഗിന്റെ ക്ലാസ്സുകൾ ഏതാണ് ബാച്ച്? ഇപ്പൊ 98.
ഇല്ല എത്തിയിട്ടില്ല. സ്വിംഗ് ട്രേഡിങ്ങിന്റെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ സ്റ്റോക്ക് മേടിച്ചിട്ട് വിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അതിൽ പറയും. ഓക്കെ. അപ്പോൾ ഈ ടെക്നിക്കൽ ഇഷ്യൂ വരണമെങ്കിൽ നിങ്ങൾ മടിക്കണ്ട, ഞാനൊരു നമ്പർ തന്നേക്കാം. അപ്പൊ ആളെ വിളിച്ചിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്തേക്കാം. ആളാണ് ഈ ഫസ്റ്റ് സ്റ്റോക്കിന്റെ ബ്രോക്കറുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചാറ്റ് ബോക്സിൽ ഒരു നമ്പർ ഇട്ടേക്കാം. വിഷ്ണു എന്നാണ് പേര്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വരണമെങ്കിൽ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചോളൂ. Oh, 9037152223. ഓക്കെ. അപ്പോ ഫസ്റ്റ് സ്റ്റോക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വിഷ്ണുവിന്റെ അടുത്ത് ചോദിക്കുക. പ്രത്യേകിച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇടുമ്പോൾ നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ റേറ്റ് മേലെ ഇടുന്നത് താഴെ ഇടുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ റിജക്റ്റഡ് ആവും. പിന്നെ ലിമിറ്റ് ഓർഡറിന് പകരം SL ഓർഡർ വെച്ചാൽ റിജക്റ്റഡ് ആവും. SL ഓർഡറിന് പകരം ലിമിറ്റ് ഓർഡർ വെച്ചാൽ റിജക്റ്റഡ് ആവും. പിന്നെ അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് നമ്മുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട് സാധാരണ. അതല്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ടും ഓർഡർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഈ പറഞ്ഞ പോലെ ലിവറേജ് കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈ എക്സ്പെക്റ്റഡ് വോളറ്റിലിറ്റി. രണ്ടാമത്തെ ഒരു കാരണം നമ്മളുടെ അക്കൗണ്ട് ബാലൻസിനേക്കാളും താഴെയാണ് മാർജിൻ എങ്കിൽ അത് എക്സിക്യൂട്ട് ആവുന്നില്ലെങ്കിൽ മിക്കതും അതൊരു ടെക്നിക്കൽ എറർ ആയിരിക്കണം. ഓക്കെ. പിന്നെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുക, ടാർഗറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ പലപ്പോഴും നമ്മൾ ഇടുന്ന വാല്യൂസ് തെറ്റായതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ ഇതിൽ എന്ത് വന്നാലും പിന്നെ അതുപോലെ വളരെ അപൂർവമായിട്ട് വരാറുള്ളൊരു മിസ്റ്റേക്ക് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോ 567 രൂപ 67 പൈസ നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 67 പൈസ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷെ അത് ചിലപ്പോൾ 67 ഇടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, റിജക്റ്റഡ് ആവും. അപ്പൊ അവിടെ ഒരു ചെറുതായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അതായത് മിനിമം ടിക്കർ സൈസ് എന്ന് പറയുന്നത് 10 പൈസയാണ്. അപ്പൊ ആ 10 പൈസയുടെ ഗുണിതങ്ങളിൽ ഇട്ടാൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 67 പൈസ എന്നുള്ളത് മാറ്റി 70 പൈസയോ 60 പൈസയോ ആക്കിയാൽ ആ പ്രശ്നം തീരും. അപ്പൊ ഇതൊക്കെ സാധാരണ കണ്ടുവരാറുള്ള മിസ്റ്റേക്കുകൾ. അപ്പൊ അത് എല്ലാ സ്റ്റോക്കുകൾക്കും ഇല്ല. ചില സ്റ്റോക്കുകൾക്ക് 67 പൈസ ഇടാൻ പറ്റും. ചെറിയ സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ 98 രൂപ 67 പൈസ അത് നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ വലിയ സ്റ്റോക്ക് ആണെങ്കിൽ അതിന്റെ ടിക്കർ മിനിമം ടിക്കർ സൈസ് 10 പൈസയോ അല്ലെങ്കിൽ ചിലതിന് 20 പൈസയൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഗുണിതങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ റൗണ്ട് നമ്പർ ഇട്ട് നോക്കുക. റൗണ്ട് നമ്പർ ഇടുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ടിക്കർ സൈസ് മിനിമം ടിക്കർ സൈസ് ആണ് ഇഷ്യൂ. അപ്പൊ സാധാരണ മിക്ക സ്റ്റോക്സുകൾക്കും ടിക്കർ സൈസ് 10 പൈസയുടെ ഗുണിതങ്ങളിൽ ഇട്ടാൽ അക്സെപ്റ്റ് ആവാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു സെക്ഷനിൽ കാണാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ വരണമെങ്കിൽ ട്രേഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ വരണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത സെക്ഷനിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ സംബന്ധിച്ച് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ വിഷ്ണുവിന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.